അമേരിക്കയിലേക്കാണ്. അവിടെ സാന്റിയാഗോയിൽ വെടിവെപ്പ്. 2 അക്രമികൾ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. സാന്റിയാഗോയിലെ ഇസ്ലാമിക് സെന്റർ ഓഫ് സാന്റിയാഗോ എന്ന പള്ളിയിലാണ് വെടിവെപ്പുണ്ടായത്. മധു കൊട്ടാരക്കരയുണ്ട് വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ് അഗെയിൻ. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്താണ് അവരുടെ ഈ പ്രചോദനം, അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്നതൊക്കെ വ്യക്തമാവുന്നുണ്ടോ? ഗോകുൽ വിദ്വേഷമാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ സാന്റിയാഗോയിലെ ഏറ്റവും വലിയ മസ്ജിദായിരുന്നു ഇസ്ലാമിക് സെന്റർ ഓഫ് സാന്റിയാഗോ. അവിടെയാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. 2 കൗമാരക്കാരായിട്ടുള്ള ആക്രമികളാണ് ഈ പള്ളിക്ക് നേരെ വെടിയുതിർത്തത്. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 3 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ ഇപ്പോൾ 5 പേർ ഇതിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ ഒരാൾ ഈ പള്ളിയിലെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ആയിരുന്നു. ആക്രമണത്തിന് ശേഷം അല്പം ബ്ലോക്കുകൾ അകലെ വെച്ച് ഈ 2 കൗമാരക്കാരായിട്ടുള്ള അക്രമികൾ അവരെ സ്വയം വെടിവെച്ച് ജീവൻ ഒടുക്കുകയായിരുന്നു. ഇതൊരു വിദ്വേഷ കുറ്റകൃത്യമായിട്ടാണ് പോലീസ് പറയുന്നത്. അത് മാത്രമല്ല, ഇവർ സഞ്ചരിച്ച കാറിൽ ഇത്തരത്തിലുള്ള ഈ ഇസ്ലാം വിദ്വേഷ പേപ്പറുകളും അതുപോലെ ഈ ഗണ്ണിലും ഇസ്ലാം വിരുദ്ധ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പള്ളിയുടെ സെക്യൂരിറ്റി ഗാർഡ് കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ടാണ് കൂടുതൽ ഒരു ദുരന്തം അതിലേക്ക് പോകാതെ, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ആക്രമണം എത്താതിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. സംഭവ സ്ഥലത്ത് ഈ പള്ളിയിൽ സ്കൂളിലുണ്ടായിരുന്ന കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാം സുരക്ഷിതരാണെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. FBI ഉൾപ്പെടെയുള്ള ഉന്നത അന്വേഷണ ഏജൻസികൾ സ്ഥലത്തെത്തി ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗോകുൽ, അമൃത. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. കൗമാരക്കാരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുമ്പോൾ എത്രത്തോളം ഡീപ്പ് റൂട്ടഡ് ആണ് ഈ ഹേറ്റ്രഡ് അല്ലെങ്കിൽ ഹേറ്റ് സ്പീച്ച്, അതിന്റെ വേരുകൾ എത്രത്തോളം വിദ്വേഷം ആഴത്തിൽ പടർന്നിരിക്കുന്നു എന്നത് കൂടി ആശങ്കപ്പെടുത്തുന്നതാണ്.